വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. അറബിക് സ്നാക്കായ ഖത്തായിഫ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ക്രീം ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുക്കാൽ കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നതിനാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഈസ്റ്റ് നല്ലതുപോലെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പഞ്ചസാര ചേർക്കുമ്പോൾ. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു കപ്പ് മൈദ ഒരു വലിയ ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൂജി, അതായത് റവ കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം പാൽപ്പൊടി ചേർത്താലും മതി. ഇനി ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്തതുകൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇതിനി അടച്ചിട്ട് ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ഇനി ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. 1 കപ്പ് പാല് വേണം ഇതിലേക്ക്. 1 കപ്പ് പാൽ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് റോസ് വാട്ടർ ചേർക്കുന്നത്. ചീസോ അല്ലെങ്കിൽ പനീറോ ചേർക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ഇത് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കണം. ഖത്തായിഫിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ചൂട് കുറഞ്ഞ പ്രദേശമാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ വെക്കണം. ഇനി പാൻ കേക്ക്സ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് വീതം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇത് മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിടണം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഇത് ഇതേപോലെ തന്നെ ബാക്കിയുള്ള പാൻ കേക്ക്സും തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാം ആയിട്ടുണ്ട്. ഇതിനി ഫില്ല് ചെയ്തെടുക്കണം. ഇതിനേക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും ബദാമും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ക്രീം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ ഖത്തായിഫും എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഒരു സൈഡ് ഫുള്ളായിട്ട് മടക്കില്ല. ബാക്കിയുള്ള ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ക്രീമിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത പൊടിച്ചതോ അല്ലെങ്കിൽ ബദാം പൊടിച്ചതോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഇത് ഖത്തായിഫിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര, ഒരു 1/2 കപ്പ്
വെള്ളം ഒഴിച്ചിട്ട് സിറപ്പാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് തേനാണ് ഒഴിക്കുന്നത്. അറബിക് സ്നാക്കായ കത്തായിഫ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.